ഒരു കിതാബിൽ ഒരു രസകരമായ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരാൾ പ്രഭാത സവാരിക്ക് വേണ്ടി ഇറങ്ങുമ്പോ അയാൾ നടന്നു പോകുന്നതിനിടയിൽ ഒരു ആഗതൻ അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനും കൂടെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. കൂടിക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി നടക്കുക. ഈ ആഗതൻ കൂടെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടിട്ടില്ല, വിവരങ്ങൾ ഒരുപാട് കൈമാറി. പക്ഷെ ആരാണ് വന്നതെന്ന് ആഗതൻ ഇയാളോട് പറഞ്ഞിട്ടുമില്ല, ഇയാളോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ പായ വിരിച്ച് കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഞാൻ പോവാണ്, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പെർമിഷനും ഇല്ല, എനിക്ക് കഴിയുകയുമില്ല എന്ന് പറഞ്ഞ് ആഗതം പോകാൻ ഇറങ്ങിയപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല നീ ആരാ? ആ സമയത്ത് ഈ ആഗതം പറഞ്ഞു, അതെ ഇബ്ലീസ്, ഞാൻ ശൈത്താനാണ്, ഞാൻ നിന്റെ കൂടെ കൂടി. ആട്ടെ, നീ എന്തായി പെട്ടെന്ന് പോകാനുള്ള കാരണം? ആ സമയത്ത് ശൈത്താൻ പറഞ്ഞു, എടോ, ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിൽ, അതും ഖാലിഖായ പടച്ചോന്റെ മുന്നിലല്ല, മഖ്ലൂഖായ ആദമിന്റെ മുന്നിൽ ഒരു സുജൂദ്, അതും നെറ്റി നിലത്ത് വെക്കുന്നതല്ല, അത് ചെയ്യാത്തതിന്റെ പേരിൽ പടച്ചോൻ എന്നെ ശപിച്ചു എന്ന് മാത്രമല്ല, ലോകം അവസാനിക്കുന്നത് വരെ ശാപവാക്കുകൾ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. നിന്റെ കൂടെ ഞാൻ രാവിലെ കൂടി, നീ സുബഹി നിസ്കരിച്ചില്ല, ലോഹർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല, ഇപ്പൊ കിടക്കാൻ വേണ്ടി പായ വിരിച്ചു. നീ എത്ര സുജൂദായും ഒഴിവാക്കിയത്? അതും ഖാലിഖായ പടച്ചവന്റെ മുമ്പിലുള്ള സുജൂദ് എത്ര നീ ഒഴിവാക്കി? അള്ളാഹുവിന്റെ ശിക്ഷ മഖ്ലൂഖിന്റെ മുമ്പിൽ ഒരു ആദര സൂചകമായിട്ടുള്ള ഒരു നമ്മൾ ശിരസ്കനാവുക എന്നത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാൻ ശാപവാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു, ശപിക്കപ്പെട്ടവനായി. എങ്കിൽ ഇത്രയും സുജൂദ് ഒഴിവാക്കിയ നിനക്ക് വരുന്ന ശിക്ഷയുടെ ഭീകരത ഓർത്തപ്പോൾ എനിക്ക് നിന്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാവുകയാണ് എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ പിശാച് താരിഖു സ്വലാത്തിന്റെ മുന്നിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന് ഒരു ചരിത്രത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു കഥ, ഒരു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പിശാചാണോ നല്ലത്, നിസ്കാരമില്ലാത്തൊരു താരിഖു സ്വലാത്താണോ ഈ ലോകത്ത് നല്ലവനെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ.